വിഷ്ണു ബാലകൃഷ്ണൻ, ഒരുപാട് ഫാൻസ് ഇങ്ങനെ കാത്തിരിക്കുകയാണ് വിഷ്ണുവിന്റെ വാക്കുകൾക്കായിട്ട്. എല്ലാവർക്കും നമസ്കാരം. വലിയ സന്തോഷം ഇന്ന് ഇവിടെ എത്താനും എല്ലാവരും കാണാൻ സാധിച്ചതൊക്കെ. കഴിഞ്ഞ വർഷവും വരാൻ സാധിച്ചിരുന്നു. ഒരു എന്താ പറയുക, ഒരു ഡേ കെയർ നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് നോക്കാനും അതുപോലെ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ. അപ്പോൾ അതുപോലുള്ള ഒരു സ്ഥാപനം 22 വർഷം ഇത്രയും സക്സസ് ആയിട്ട് കൊണ്ടുപോയി എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ്. ആ കാര്യത്തിൽ വിവിധ ചേച്ചിക്ക് വലിയൊരു ഹാറ്റ്സ് ഓഫ്. കാരണം നമ്മളവിടെ ഷൂട്ടുള്ളപ്പോൾ ചേച്ചി ഫുൾ എന്താ പറയുക കോൺസെൻട്രേഷൻ ഇവിടെ തന്നെയാവും. ചെറിയൊരു ഗ്യാപ്പ് കിട്ടി കഴിഞ്ഞാൽ പോലും അയ്യോ എൻ്റെ പിള്ളേർ എന്ത് ചെയ്യുന്നതാവോ, എൻ്റെ പിള്ളേർ എന്തായിരുന്നാവോ, ഇതന്നെയാണ് ചോദ്യം. ഒരു ദിവസം ബ്രേക്ക് കിട്ടിയാൽ പോലും അപ്പം തന്നെ രാത്രിയുള്ള വണ്ടി ടിക്കറ്റോ ചേട്ടൻ ടിക്കറ്റ് ബുക്ക് ചെയ്യും, കാലത്ത് ഇവിടെ വരും, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കും. ചില സമയങ്ങളിൽ അന്നത്തെ ദിവസം തന്നെ ഓക്കെ. വിഷ്ണു, എപ്പോഴെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? അമ്മയ്ക്ക് എന്നേക്കാളും സ്നേഹം നാട്ടിലെ വേറെ കുട്ടികളോടാ എന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു പ്രശ്നമില്ല അല്ലെ? ചെറിയ കുട്ടികളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാതെ സ്വന്തം മക്കളോട് ചോദിക്കാൻ അവിടെ ഇല്ലാതെ പറയുന്നു. എന്നേക്കാളും സ്നേഹം അനിയത്തിനോടാണെന്നാണോ? ടീം മൊത്തം ടീമിൽ എല്ലാരെയും സ്നേഹം ഞങ്ങളോട് സ്നേഹമില്ല ഒറിജിനൽ മക്കള് പറയണം. ഞങ്ങളെല്ലാവരും ഒരു സെക്കൻഡ് ഫാമിലിയാണ് സത്യം പറഞ്ഞ പത്രമാറ്റി എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവരും ഒരു എന്താ പറയുക, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്രയും കണക്ഷനാണ്. അതിൻ്റെ ഒരു ബോണ്ടിങ്ങും അതിൻ്റെ ഒരു സക്സസ് തന്നെയാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഞാൻ ഇവിടെ വരുമ്പോഴും പത്രമാറ്റി ഫസ്റ്റാണ്, ഇപ്പോഴും പത്രമാറ്റി ഫസ്റ്റാണ്. അതിന് വലിയ സന്തോഷം. 2 വർഷമായി പത്രമാറ്റി സീരിയൽ 2 വർഷത്താണ് അല്ലെ? അപ്പൊ TRPയിൽ എപ്പോഴും ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അപ്പൊ എന്തായാലും എല്ലാ ടീമിനും അതിനുള്ള ഒരു അഭിനന്ദനം കൂടെ പറയാണ് കേട്ടോ. എപ്പോഴും നമുക്ക് എല്ലാവരും വന്നിട്ട് വീണ്ടും ആഘോഷിക്കാം. ഇപ്പൊ എന്തായാലും നമ്മുടെ അനാമിനയ്ക്ക് എന്താ പറയാനുള്ളത്? എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വർഷം ഞാനില്ലായിരുന്നു, കാരണം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സീരിയലിൽ ജോയിൻ ചെയ്തത്. അപ്പം ഈ വർഷം സത്യം പറഞ്ഞ പത്തനംതിട്ട ടീമിനോടൊപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒത്തുകൂടുന്നത്. ഇവരെപ്പോ വിളിച്ചാലും എനിക്ക് കൂടെ പോകാനൊന്നും പറ്റില്ല. അപ്പം ഇവിടെ വന്നു, എല്ലാരെയും കണ്ടു. എന്റെ അമ്മായിയമ്മയ്ക്ക് എന്നോടുള്ള സ്നേഹം എല്ലാവർക്കും നന്ദി. ഇതുപോലെ തന്നെ ഒരുപാട് വർഷം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. അപ്പം താങ്ക് യു സോ മച്ച്. അമ്മായിയമ്മയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങൾ അറിയിക്കുകയാണല്ലേ? ഒരുപാട് സീരിയലിലുള്ള ആ ഒരു ഒത്തൊരുമ